രാധാകൃഷ്ണൻ പേർ അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. മാഷെ, അവിടെ ബന്ദലിക്ക സരസ്വതി വിദ്യാലയത്തിൽ അവിടെയും പാദപൂജ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതു സാഹചര്യത്തിലാണ് ആ പാദപൂജ അവിടെ നടത്തിയത്? വർഷങ്ങൾ തോറും നടത്തി വരാറുള്ള ഒരു ആചാരമാണോ അത്? അതെ, ബന്ദലിക്ക സരസ്വതി വിദ്യാലയം കഴിഞ്ഞ 27 വർഷമായി ഇവിടെ ആരംഭിച്ചിട്ട്. കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമല്ലോ? അതെ, കഴിഞ്ഞ 27 വർഷമായി ബന്ദലിക്കയിൽ ഈ സരസ്വതി വിദ്യാലയം ആരംഭിച്ചിട്ട്. ഈ ആരംഭിച്ച കാലം മുതൽ ഈ വർഷം വരെ ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഈ ഗുരുപൂജ എന്നുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ ഈ പരിപാടി എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. പക്ഷേ ഈ വർഷം ഇതിനു മുമ്പ് നടത്തിയതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തം എന്നുള്ള രീതിയിൽ കുറച്ച് വിപുലമായി നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ആ വ്യത്യാസം? വ്യത്യാസം മറ്റൊന്നുമല്ല, കുറച്ച് അധ്യാപകരെ അല്ലെങ്കിൽ ഗുരുനാഥന്മാരെ കുറച്ച് കൂടുതൽ നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ 27ഓളം അധ്യാപകർ ഈ നമ്മുടെ ഗുരുക്കന്മാരെ അധ്യാപകന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത്. അല്ലെങ്കിൽ എല്ലാ വർഷവും ചിലപ്പോൾ 4, 5 അല്ലെങ്കിൽ 10 താഴെ അധ്യാപകരാണ് ഉണ്ടാവുക. ഈ കാൽ കഴുകി തന്നെ പൂജിക്കണം എന്ന് ഗുരുപൂർണിമ ദിനത്തിലെ ആചാരത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതൊരിക്കലും പറഞ്ഞതോ പറയാത്തതോ അല്ല. നമ്മുടെ ബന്ദലിക്ക സ്കൂളിനെ സംബന്ധിച്ച് ഈ വിദ്യാലയത്തിൽ കാൽ കഴുകിക്കൊണ്ടുള്ള ഒരു പാദപൂജ അല്ലെങ്കിൽ ഗുരുപൂജ അല്ല നടന്നിരുന്നത്. പകരം കുട്ടികൾ ഗുരുനാഥന്മാരെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഗുരുനാഥന്മാരുടെ കാൽക്കലിലേക്ക് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങുക, അല്ലെങ്കിൽ അവരെ നിന്നും ഉള്ള അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ സ്മരിക്കുക എന്നുള്ളതായിരുന്നു ഗുരുവന്ദനം എന്നുള്ള രീതിയിലായിരുന്നു ആ പരിപാടി നടന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഈ വിദ്യാർത്ഥിയുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും ക്ഷതമേൽക്കുന്നു എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ പരാതി. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, അത് ഞാൻ പറയാം. ഈ കഴിഞ്ഞ 27 വർഷക്കാലം ഈ വിദ്യാലയത്തിൽ ഇത് നടന്നിരുന്നുവെങ്കിൽ ആ 27 വർഷം മുമ്പേ പഠിച്ച ഒരു വിദ്യാർത്ഥി ഇന്നിപ്പോൾ ഏകദേശം 33 വയസ്സുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ അല്ലെങ്കിൽ യുവാവോ യുവതിയോ ആയിരിക്കാം. ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉയർച്ചയല്ലാതെ ഇന്ന് വരെ ഒരു താഴ്ചയോ പരാജയങ്ങളോ അപജയങ്ങളോ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു സംശയം, ഈ കാല് കഴുകിയ അധ്യാപകൻ ഒരു തെറ്റ് ചെയ്താൽ ഈ കാൽ പൂജിച്ച വിദ്യാർത്ഥിക്ക് നാളെ എഴുന്നേറ്റ് നിന്ന് ആത്മാഭിമാനത്തോടെ ചോദ്യം ചെയ്യാൻ കഴിയുമോ? അത് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ സർവീസിലിരിക്കുന്ന സമയം ഏകദേശം 56 വയസ്സാണ്. 56 വയസ്സ് അതുവരെ അദ്ദേഹം ഒരു ഗുരു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റോ ശരിയോ എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുള്ള തെറ്റും ശരിയല്ല കാണേണ്ട. അവരുടെ ആ ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള നിലയിൽ അവർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മയും തിന്മയുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെയുള്ള ആരും തന്നെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനോ നമ്മൾ ഈ പൂജിച്ച മുഴുവൻ ആളുകളും ക്ഷണിക്കാറില്ല. അക്കാദമികമോ അതല്ലെങ്കിലോ ഒരു തെറ്റും ചെയ്യാത്ത അതെ പരിപാവന പൂജനീയരായ ഗുരുക്കന്മാരാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ജീവിതത്തിലോ പൊതുസമൂഹത്തിലോ? അങ്ങനെ തെറ്റുകളില്ലാത്ത മനുഷ്യരുണ്ടാവുകയില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ഇതെല്ലാം തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവാം. അപ്പോൾ പിന്നെ സ്വാഭാവികമായും അതിനെ സാങ്കല്പികമായ ഒരു ആചാരമാക്കുന്നതായിരുന്നില്ലേ മാഷേ നല്ലത്? ഇത് ഈ ഒരു മനുഷ്യന്റെ കാല് കഴുകുക, പൂജിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഒരു ആശയപരമായ സന്ദേശമുണ്ടല്ലോ, അത് അപകടകരമല്ലേ? അല്ല, ഞാൻ പറയാം. ഇന്നലത്തെ പരിപാടി എന്ന് പറയുന്ന സമയത്ത് ഞാൻ പഠിച്ചത് ബന്ദലിക്ക ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഞാൻ 1982 SSLC പരീക്ഷ കഴിഞ്ഞത്. എന്നെ ആ സമയത്ത് പഠിപ്പിച്ച അധ്യാപകൻ പോലും ഇന്നലെ ഈ പരിപാടി ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ വന്നു. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരെ എന്ന് പറയുമ്പോൾ തീർച്ചയായും സമൂഹത്തിൽ അവർ വളരെയധികം, കാരണം അവരുടെ അധ്യാപക വൃത്തി കഴിഞ്ഞതിന് ശേഷം അവർ സ്വസ്ഥരായിരിക്കുന്നു എന്നല്ല, അവർ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യം ആരോഗ്യം. പക്ഷേ രാധാകൃഷ്ണൻ നമ്പ്യാർ അങ്ങ് പഠിച്ചത് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. അങ്ങ് ഒരു തരത്തിലും പഠിക്കുന്ന സമയത്ത് പാദപൂജ ചെയ്തിട്ടില്ല. അങ്ങേ നന്നായി പഠിപ്പിച്ച അധ്യാപകരുണ്ട്. അങ്ങ് നന്നായി പഠിച്ച് മിടുക്കനായി ഇപ്പോൾ ഈ സ്കൂളിന്റെ തന്നെ സരസ്വതി വിദ്യാലയ സമിതിയുടെ പ്രസിഡന്റായി ഒരു പാദപൂജയും ചെയ്യാതെ. അത് തന്നെയല്ലേ തെളിവ്?
അതെ അതെ. അല്ല, എൻ്റെ 2 മക്കളുണ്ട്. എൻ്റെ 2 മക്കൾ ഇതേ സരസ്വതി വിദ്യാലയത്തിലായിരുന്നു പഠിച്ചത്. 10ാം ക്ലാസ് അന്ന് ഈ വിദ്യാലയം SSL ഹൈസ്കൂൾ വരെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ എൻ്റെ മകൾ പഠിച്ചു. അതേപോലെ ഹൈസ്കൂൾ 10ാം ക്ലാസ് വരെ എൻ്റെ മകനും പഠിച്ചു. അവരിന്ന് നല്ല നിലയിൽ, അങ്ങനെയല്ല അവർ തെറ്റോ ശരിയല്ല, പരമാവധി കുട്ടികളുടെ അവരുടെ പ്രായത്തിനനുസരിച്ച് സമൂഹത്തിനിടയിൽ നല്ല രീതിയിൽ നല്ല ഒരു മാതൃകാപരമായിട്ടുള്ള ജീവിതം അവരുടെ മുമ്പിൽ അവർ സംശയം അങ്ങയുടെ മകനാണോ അവർ മാത്രം മാതൃകാപരമായ വിദ്യാർത്ഥി? പാദപൂജ ചെയ്യാതെ വളർന്ന് സ്കൂളിന്റെ മാനേജ്മെന്റ് സമിതിയുടെ തലപ്പത്ത് വരെത്തിയ അങ്ങാണോ അങ്ങയുടെ മകനാണോ? അല്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് ഗുരു എന്ന് പറയുന്ന ഗുരുവിനെ വലിയ രീതിയിലായിരുന്നു അന്ന് സങ്കല്പം ഉണ്ടായിരുന്നു. ഗുരുവിനെ എല്ലാവരും ബഹുമാനിച്ചുകൊണ്ടിരുന്നത്. ആ കാര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഗുരുത്വം എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ പുതിയ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഭാരതീയ വിദ്യാനികേതൻ്റെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ ഇങ്ങനെയുള്ള ഈ പഞ്ചാംഗ ശിക്ഷണം എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പരിശീലനം കൊടുക്കാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സമൂഹത്തെ മൊത്തം ഇതുകൊണ്ട് അങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ധാരണയൊന്നും ഇല്ല. പക്ഷേ കുറച്ച് കുട്ടികളെങ്കിലും, ഇപ്പോൾ 150ഓളം കുട്ടികൾ ഈ ബന്ദർക്ക സരസ്വതി വിദ്യാലയത്തിലുണ്ട്. ആ കുട്ടികളെയെങ്കിലും അവരുടെ രീതിയിൽ അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ ഒരു ലളിതമായ ചോദ്യമാണ്. അങ്ങ് ഒരു വിദ്യാലയത്തിലെ പ്രസിഡന്റ് കൂടിയാണല്ലോ. ഏകലവ്യന്റെ വിരൽ ആവശ്യപ്പെട്ട ഗുരുവിനെ പൂജിക്കണോ അതോ ഗുരുവിനെ വിമർശിക്കണോ? അതുകൊണ്ടല്ല, അങ്ങനെ ചോദിച്ചാൽ, പക്ഷെ ഏകലവ്യൻ ആ ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ആയുധ പരിശീലനം അദ്ദേഹം നടത്തിയത്. സങ്കല്പിച്ചുകൊണ്ട്. അപ്പൊ അത്തരം ഗുരുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഞാൻ തിരിച്ചു വരാം. നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ മാന്യമായ ശമ്പളം കൊടുക്കുന്നുണ്ട്. അവർ ശമ്പളം കൈപ്പറ്റിയല്ലേ ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്? ആയിരിക്കാം, അതെ. അപ്പോൾ ആ രീതിയിലും അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ തരുന്ന ഫീസിൽ നിന്നല്ലേ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്? അതെ. അപ്പൊ പിന്നെ എന്തിനാണ് ഈ പാദപൂജ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റ് സ്കൂളുകളിലൊന്നും വിദ്യാർത്ഥികൾ ഫീസ് കൊടുക്കുന്ന കാലമില്ലല്ലോ. ഗവൺമെന്റിൽ കുട്ടികൾക്കെല്ലാം അങ്ങോട്ടൊക്കെ കൊടുക്കുന്നല്ലേ. അതെ, അവിടെ എന്നിട്ട് പോലും ഗവൺമെന്റ് അങ്ങനെ നിഷ്കർഷിക്കാത്തത് വിദ്യാർത്ഥികൾ ആത്മാഭിമാനമുള്ള പൗരന്മാരായിട്ട് വളരാനുള്ള യുക്തിഭദ്രമായ ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ. ഞാൻ സങ്കല്പത്തിനൊന്നും എതിരല്ല രാധാകൃഷ്ണൻ നമ്പ്യാർ. അങ്ങ് പറഞ്ഞതുപോലെ ആ സങ്കല്പത്തെയൊക്കെ ഓരോ വിശ്വാസങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളുടെ കാൽ ചിലയിടങ്ങളിൽ നിങ്ങൾ പറഞ്ഞത് കാൽ കഴുകിയിട്ടില്ല, അവിടെ കാല് പൂവിട്ട് പൂജിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ്. ഇത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് അപകടകരമായ ഒരു ആശയമാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. Debate with Dr. Arun Kumar.